And now requesting Mr. Raphael to kindly come forward. And now joining with us, Mr. And very beautifully released concert the clap and drawing have been conducted and ഇനി പൂജ നിർവഹിക്കപ്പെട്ട ആ ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ പ്രൊഡ്യൂസറിന് നൽകുന്നതിനായിട്ട് നമ്മുടെ ശ്രീ പൂജാരി അദ്ദേഹത്തിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പൂജിക്കപ്പെട്ട സ്ക്രിപ്റ്റ് കൈമാറുന്നതിനായി ബഹുമാനനായ നമ്മുടെ പൂജാരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. Kindly hand it over to our producer, Sri Naufal. Thank you so much. ഏറെ പ്രാർത്ഥനയോടെ നല്ലൊരു തുടക്കം കുറിക്കുന്നതിനായി ഈ സ്ക്രിപ്റ്റ് നമുക്ക് ഡയറക്ടറിലേക്ക് കൈമാറാം. And as also love and appreciation for this great beginning. And it's a very joyful beginning as we can all see. ഏറ്റവും സന്തോഷമായിട്ട് തന്നെ ഏറ്റവും സ്നേഹത്തോടു കൂടി തന്നെയുള്ള ഒരു തുടക്കമാണ്. പേരെടുത്ത് പറയുന്നില്ല, നമുക്കറിയാവുന്നവരും എല്ലാവരും തന്നെ മുമ്പിലുമുണ്ട്, അവിടെ ഇവിടെ എല്ലാവരും ഉണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ടും നന്ദി പറയുന്നു. പള്ളിച്ചട്ടമ്പിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഒരു എഴുത്തുകാരൻ്റെ ഭാവനയിൽ, നമ്മുടെ സുരേഷന്റെ ഭാവനയിൽ തുടങ്ങിയ യാത്ര ഞങ്ങളുടെ ഒപ്പം കട്ടയ്ക്ക് നിൽക്കുന്ന ടോവി, അവിടെ നിന്ന് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഓൾഡ് ഫിലിംസിന്റെ സൈഡിൽ നിന്ന് നൗഫലും ബ്രിജേഷിനും എത്തിച്ചേരാൻ പറ്റിയില്ല. അപ്പം വേൾഡ് വൈഡ് ഫിലിംസ് എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ പല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും പ്രൊഡക്ഷൻ ആണെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ they wanted this to be their first production number 1. അപ്പോൾ അത് ഞങ്ങളെ കൂടെ കൂട്ടിയതിന് നൗഫലെ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇനി ടോവിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നടൻ എന്ന രീതിയിൽ ഞാൻ കൂടുതലൊന്നും പറയണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള താരമാണ്, സൂപ്പർ സ്റ്റാറാണ്. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരുപാട് സ്നേഹം തന്ന എൻ്റെ ഒരു കൂട്ടുകാരനെയാണ് എനിക്ക് ടോവിനെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ചർച്ചകളിലാണെങ്കിലും അത് എത്രത്തോളം സിനിമയ്ക്ക് ശക്തി കിട്ടുന്നുണ്ടെന്നുള്ളത് സത്യം പറഞ്ഞാൽ ടോവി, താങ്ക് യു മാം, താങ്ക്സ് അറിയാം. ഓരോ ചർച്ചകളിൽ നിന്നും ഞങ്ങളത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ആ യാത്ര തുടങ്ങി ഇന്ന് 19-ാം തീയതി അതിന്റെ തുടക്കം എന്നോണം ഫസ്റ്റ് ഗിയർ ഇട്ട് പൂജ തുടങ്ങിയിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുന്നതിന് മുന്നേ പള്ളിച്ചട്ടമ്പിയുടെ റൈറ്റർ സുരേഷ് ഏട്ടൻ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഞാൻ ചെയ്ത മുന്നത്തെ 3 സിനിമയുടെ എഴുത്തുകാരൻ ഇവിടെയുണ്ട്, ഷാരിസ് ഇവിടെയുണ്ട്, അതിന്റെ പ്രൊഡ്യൂസറും ലിസ്റ്റിൻ ഇവിടെയുണ്ട്, എനിക്ക് അറിയാവുന്നവരെല്ലാവരും ഉണ്ട്. എങ്കിൽ പോലും ഞാൻ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്ററുടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ പള്ളിച്ചട്ടമ്പി എന്ന് പറയുന്ന സ്വപ്നത്തിന്റെ ഭാഗമാക്കാൻ അല്ലെങ്കിൽ അതിന്റെ ക്യാപ്റ്റനാക്കി തന്നതിൽ ഒരുപാട് സന്തോഷം. സുരേഷ് ഏട്ട, ഒരുപാട് താങ്ക് യു. അങ്ങനെ പള്ളിച്ചട്ടമ്പിലേക്ക് വരികയാണെങ്കിൽ പള്ളിച്ചട്ടമ്പി ഒരു ചരിത്ര സിനിമയാണ്, അല്ലെങ്കിൽ പള്ളിച്ചട്ടമ്പിക്ക് ഒരു ചരിത്രമുണ്ട്. അത് ഒരു എഴുത്തുകാരന്റെ ഭാവനയിൽ അത് ഞങ്ങൾ സിനിമയാക്കുകയാണ്. ഇതിന്റെ ആദ്യ സംരംഭം അല്ലെങ്കിൽ അതിന്റെ തുടക്കം മാത്രമാണ് പൂജ. ഇനി മുന്നോട്ട് ഇതിന്റെ ഓരോ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഇനി ഇതിന്റെ സെറ്റ് വർക്കും ഷൂട്ടും കാര്യങ്ങളെല്ലാം മുന്നോട്ട് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്ന് വന്നതിൽ ഒരുപാട് സന്തോഷത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. അപ്പോൾ പള്ളിച്ചട്ടമ്പിയുടെ അടുത്ത അപ്ഡേറ്റ്സ് തുടർന്നുണ്ടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. Thank you so much to listen from you. എല്ലാവർക്കും നമസ്കാരം. ഞാൻ 2018 ഞങ്ങൾ ആദ്യമായിട്ട് ഈ സിനിമ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അന്ന് ഞാൻ ആൻഡി ഓസ്കർ ഗോസ് ടു എന്നുള്ള സിനിമയുടെ ഷൂട്ടിന്റെ സമയത്ത് ഇരിക്കുമ്പോഴാണ് ഡിജോ വിളിച്ചിരുന്നത്, ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ
ആ സമയത്ത് ഡേറ്റുകൾ മാനേജ് ചെയ്യാനൊക്കെ ഭയങ്കര പെടാപ്പാട്. ഞാനും സിനിമയിൽ വന്നിട്ട് അധികമായിട്ടില്ല, അത്രയും സിനിമകൾ ഒരുമിച്ച് ചെയ്യുന്ന സമയത്ത് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ ഡിജോന്റെ അടുത്ത് ആദ്യം പറഞ്ഞത്, ഇഷ്ടപ്പെട്ടാലും കമ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു നിവൃത്തിയുടെ തൽക്കാലം ഉണ്ട്, അതുകൊണ്ട് നമുക്കിത് ഡിസ്കസ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നാണ് ചോദിച്ചത്. പക്ഷെ ഡിജോ പറഞ്ഞു എന്നാലും നമുക്കൊന്ന് വെറുതെ നമുക്കൊന്ന് ഇരുന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഡേറ്റ് ഉണ്ടാക്കി ചെയ്യണം എന്ന് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ്. അന്ന് സുരേഷ് ചേട്ടനും ഡിജോവും കൂടെ വന്നിട്ടാണ് അന്ന് നരേറ്റ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞു. ഇതിനിടയ്ക്ക് നമ്മൾ ഇത് ചെയ്യാനായിട്ട് നമ്മൾ പലതവണ പ്ലാൻ ചെയ്തെങ്കിലും പലപ്പോഴും അത് നടന്നില്ല. പക്ഷെ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയും വർഷങ്ങളിൽ ആ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ അന്ന് കണ്ടതിനേക്കാൾ എത്രയോ എലിവേറ്റഡ് ആയിട്ടുള്ള സീനുകളുള്ള, എത്രയോ ഗംഭീരമായിട്ടുള്ള സീക്വൻസുകളുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു സിനിമയ്ക്ക്, ഒരു കലക്കൻ സിനിമയ്ക്ക് വേണ്ടി ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് ഇതിനെ ഒരു പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. ഇതിനിടയ്ക്ക് ഡിജോ മറ്റു സിനിമകൾ ചെയ്തു, ഞാൻ മറ്റു സിനിമകൾ ചെയ്തു. പക്ഷെ ഈ സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഡിസ്കഷൻസ് നടക്കുന്നുണ്ടായിരുന്നു. പല തവണയായിട്ട് നമ്മൾ ഇതിന്റെ സ്ക്രിപ്റ്റുമായിട്ട് ഇരുന്നു. എന്നിട്ട് ഇപ്പോൾ ഫൈനലി നമ്മളിരിക്കുന്ന സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തരുന്ന, ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു സ്ക്രിപ്റ്റുമായിട്ടാണ്. അതിൽ സുരേഷ് ഏട്ടൻ, ഡിജോ നന്ദി, ഒരുപാട് നന്ദി. ഇതിനെ നിർത്താതെ അതിൽ പിന്നെയും പോളിഷ് ചെയ്ത് അതിനെ കൂടുതൽ നല്ല സ്ക്രിപ്റ്റാക്കി കൂടുതൽ നല്ല സിനിമയ്ക്കുള്ള സാധ്യത ഉണ്ടാക്കിയതിന് നന്ദി. പിന്നെ തീർച്ചയായിട്ടും നൗഫലും ബ്രിജേഷും തൻസീറും ഒക്കെ എനിക്ക് കുറേ കാലങ്ങളായിട്ട് അറിയാവുന്നതാണ്. ഞങ്ങൾ അതിന് മുമ്പും ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തീവണ്ടി ആണെങ്കിലും ഗോവയാണെങ്കിലും മെക്സിക്കൻ വാർഡിയൊക്കെ ആണെങ്കിലും ഇവരാണ് അത് UAE-ലും ഒക്കെ GCC കൺട്രീസിലും ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിരുന്നത്. അതിനുശേഷം ഞങ്ങളിപ്പോൾ ടോവിനോ തോമസ് പ്രൊഡക്ഷൻസും വേൾഡ് വൈഡ് ഫിലിംസും പാർട്ട്ണർഷിപ്പിലാണ് മരണമാസം എന്ന് പറയുന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഒരു അസോസിയേഷൻ. അപ്പോൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റും എല്ലാം വായിച്ച് ഈ സിനിമയുടെ ഡിജോയുടെയും ഒക്കെ വിഷൻ മനസ്സിലാക്കി ഈ സിനിമയുടെ കൂടെ നിൽക്കുന്ന പ്രൊഡ്യൂസർമാർക്ക് തീർച്ചയായിട്ടും ഭയങ്കര നന്ദി. ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. പിന്നെ ഇതുപോലെ ഞാൻ വർഷങ്ങളോളം കാത്തിരുന്ന് ചെയ്തിട്ടുള്ള സിനിമകളിൽ ഒന്ന് രണ്ടെണ്ണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അത് ARM-ഉം പിന്നെ തല്ലുമാലയും തീവണ്ടിയും പോലുള്ള സിനിമകളാണ്. നമ്മൾ കമ്മിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്യാൻ പറ്റിയിരുന്നുണ്ടെങ്കിലും ചെയ്തപ്പോൾ ഏറ്റവും നന്നായിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ സിനിമയിലും എനിക്കുള്ള കോൺഫിഡൻസ്. അന്ന് ഞങ്ങൾ ആദ്യം കണ്ട 2018-നേക്കാൾ ഡിജോവും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ്. ഇപ്പോൾ ഞാനും കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആണ്. നമ്മളുടെ എക്സ്പീരിയൻസസിൽ നിന്ന് നമ്മൾ കൂടുതൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് ഇതിന് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ക്രൂവും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ മ്യൂസിക് ചെയ്യുന്ന ജെയ്ക്സ് ആണെങ്കിലും എഡിറ്റ് ചെയ്യുന്ന ശ്രീജിത്ത് ആണെങ്കിലും ദിവാകർ മണി സിനിമാറ്റോഗ്രഫി ആണെങ്കിലും ദിലീപ് നാഥ് അദ്ദേഹമാണ് ഡയറക്ഷൻ ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ മേഖലയിലും ഏറ്റവും നല്ല ഒരു ടെക്നീഷ്യൻസിനെയും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷകളുള്ള, ഞാൻ അടുത്തായിട്ട് തുടങ്ങാനായിട്ട് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന സിനിമകളിലൊന്നാണ്, അല്ലെങ്കിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഇമ്മീഡിയറ്റ്ലി ചെയ്യാൻ പോകുന്ന സിനിമ തന്നെയാണ് പള്ളിച്ചട്ടമ്പി. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും എൻ്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സിനിമയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഗുണം ചെയ്യുന്ന സിനിമയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും നന്ദി. ഡിജോ പറഞ്ഞ പോലെ I think it took us 5 years to make it up to this day and it's a big day. ടോവി പറഞ്ഞ പോലെ ഞങ്ങൾ 6ഓളം സിനിമകൾ ഞങ്ങൾ പല രീതിയിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ശരിക്കും ടോവി ഒരു ലക്കി ജാമ തന്നെയാണ്. കാര്യം ഞങ്ങൾ അസോസിയേറ്റ് ചെയ്ത എല്ലാ സിനിമകളും കമേഴ്ഷ്യലി സക്സസ്ഫുൾ ആണ്. അപ്പം ഞാൻ ഈക്വലി എക്സൈറ്റഡ് ആണ്. ബ്രിജേഷും ഞാനും ഞങ്ങളുടെ വേൾഡ് വൈഡ് ഫാമിലി ഈസ് വെരി എക്സൈറ്റഡ് ടു വർക്ക് വിത്ത് യു അഗൈൻ ടോവി. സുരേഷ് ഏട്ടൻ്റെ എന്താ പറയുക, റൈറ്റിങ്ങിൻ്റെ യഥാർത്ഥ സ്കില്ല് പുറത്തെടുക്കാൻ പോകുന്നൊരു സിനിമയായിരിക്കും ഇത്. ആ ഒരു ഉറപ്പ് തരുന്നു. ജെയ്ക്സ്, ശ്രീജിത്ത്, ദിവാകർ, വി ഹാവ് എ ഫെന്റാസ്റ്റിക് ടീം. അപ്പം ഈ സിനിമ മലയാളികൾക്ക് എന്നും അഭിമാനിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മലയാള സിനിമയ്ക്കും അഭിമാനിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു. എല്ലാവരും ഞങ്ങളുടെ ഈ ചടങ്ങിലേക്ക് എത്തിയതിൽ വലിയ സന്തോഷം. ടോവി പറഞ്ഞതുപോലെ ഞങ്ങൾ 2018 തുടങ്ങിയ ഒരു യാത്രയാണ്. ശരിക്കും നടൻ സിനിമ കഴിഞ്ഞിട്ടാണ് ഡിജോ എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇരിക്കുന്നത്.
അതൊരു ചട്ടമ്പിക്കഥ ഉണ്ടാക്കാം എന്നുള്ളൊരു ധാരണയിൽ തുടങ്ങി ചരിത്രത്തിൽ നിന്നും ഒരു ചട്ടമ്പിക്കയെ നമ്മൾ കണ്ടെത്തുന്നു, അതിൽ ഫിക്ഷൻ കലർത്തി അതിനെ ഒരു സിനിമയാക്കി മാറ്റുന്നു. ഇത്രയും നാളത്തെ ഒരു യാത്ര ശരിക്കും എൻ്റെ ഡിജോയുടെയും ഒപ്പം ടോവിയുടെയും ഇപ്പോൾ അവസാനം വേൾഡ് നൗഫലും ബ്രിജേഷും എല്ലാവരും കൂടെ ചേർന്നിട്ട് അതൊരു ഗംഭീര സിനിമ ആവാനുള്ള എല്ലാ ഒരുക്കങ്ങളും സംഭവിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ചൊരു വലിയ സന്തോഷം, ഡിജോ അത് ഏറ്റവും പുതിയ തലമുറയിൽപ്പെടുന്ന ഒരു സംവിധായകനുമായിട്ട് ചേർന്ന് ഒരു പഴയ കഥ പറയാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു സൗന്ദര്യമുണ്ട്. അത് തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ നവോത്ഥാന കേരളത്തിൻ്റെ ഒരു ചരിത്രം പറയാതെ വെച്ച ഒരു ചട്ടമ്പി കഥ, അത് നമ്മളുടെ ഭാവനയും കൂടെ ചേർത്തിട്ട് ഒരു കഥ പറയുമ്പോൾ അത് ഏറ്റവും പുതിയ തലമുറയുടെ ഒരു പ്രതിനിധി അതിൽ കയ്യപ്പെടുന്നു എന്ന് പറയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതേപോലെ തന്നെയാണ് ടോവി. ഞങ്ങൾ ഈ കഥ ആലോചിക്കുന്ന ഘട്ടം മുതൽ മറ്റൊരു നായകൻ ഞങ്ങളുടെ മനസ്സിലില്ല. വെരി ബിഗിനിങ് മുതൽ തന്നെ ടോവി അന്ന് ഞങ്ങൾ കഥ പറയാനായിട്ട് ആദ്യം പോകുമ്പോൾ ഞാൻ പുറത്തുണ്ട്, ഡിജോ അകത്ത് കയറുമ്പോൾ ടോവി പറഞ്ഞത് ഇപ്പം കേട്ടിട്ടൊരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങൾ വിട്ടില്ല. പക്ഷേ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ടോവി തീർച്ചയായിട്ടും അതിലേക്ക് വന്നു. പിന്നിപ്പോൾ ഞങ്ങളുടെ നൗഫൽ, ബ്രിജേഷ്, പിന്നെ നമ്മുടെ ടെക്നിക്കൽ ടീം എല്ലാവരും, നിങ്ങൾക്കെല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ടെക്നിക്കൽ ടീം, ഇതൊരു ഗംഭീര സിനിമയാവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും ഉണ്ടാവും. നമ്മള് ആക്ടിങ് തുടങ്ങിയതിനു ശേഷം ചാൻസ് ചോദിക്കാൻ മടിയാണ്, കാരണം ഞാനൊരു ഡയറക്ടറായിരുന്നുണ്ട്. പക്ഷെ എന്നാൽ ചില ഡയറക്ടർമാരുടെ പടവും കാണുമ്പോൾ നമ്മൾ തോന്നും ഇയാളല്ലാണ് നമ്മളെ വിളിക്കാതെ, അങ്ങനെ തോന്നിയിട്ടുള്ള ഒരാളാണ് ഡിജോ. ഈ അടുത്ത കാലത്ത് പറഞ്ഞു ചോദിച്ചിട്ട് അടുത്ത പടത്തിൽ ചേട്ടനുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ പൂജയ്ക്കൊക്കെ വിളക്കൊക്കെ കത്തിക്കാൻ തന്നു. എനിക്ക് തോന്നുന്നു പടത്തിന് ഒരുവിധം പ്രാധാന്യമൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. പടത്തിൽ അപ്രാധാന്യം ഉണ്ടാവുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. പിന്നെ ഒരു പുതിയ നിർമ്മാണ കമ്പനി വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഇത്തരം ഒരു പ്രൊജക്റ്റിന് വേണ്ടി ധൈര്യസമേതം ഒരു നിർമ്മാണ കമ്പനി, പ്രത്യേകിച്ച് പരസ്പര വിശ്വാസമുള്ള ഒരു ടീം തന്നെയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ സന്തോഷം തല്ലുമാലയ്ക്ക് ശേഷം എന്നോടൊപ്പം അഭിനയിക്കാനുള്ള ഭാഗ്യം ടോവിനോയ്ക്ക് കിട്ടിയെന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം ഒരു സിനിമ ഞാൻ ഇപ്പൊ പിന്നെ അതുപോലെ തന്നെ സുരേഷ് ബാബു ഞാൻ വർഷങ്ങളായിട്ട് അറിയാവുന്ന ആളാണ്, ഇപ്പൊ കൂടാതെ നായറായിട്ടാണ്. അപ്പൊ ഈ ഒരു ടീമിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത്, എന്നെയും ഉൾപ്പെടുത്തിയത് അങ്ങേറ്റം നന്ദി ഞാൻ അറിയിക്കുന്നു. വലിയ ഒരു സിനിമയാകാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. വലിയ വിജയമാവട്ടെ. നമുക്ക് പുതിയ നിർമ്മാതാക്കൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. Thank you so much, sir. It's always. നമസ്കാരം. വളരെയധികം സന്തോഷമുണ്ട്. ഡിജോ 3 പടമാണ് ചെയ്തതെങ്കിലും 2 പടത്തിനും സാഹസം എടുത്തയാള് ഞാനാണ്. അപ്പം വളരെയധികം സന്തോഷം. ഡിജോയുടെ ഒരു പടം ഡിജോയുടെ ഒരു പടം എന്ന് പറയുന്നത് എൻ്റെ ഒരു ബ്രദറിന്റെ പടം പോലെ തന്നെയാണ്. അതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. ഈ സിനിമയുടെ ഒരു കഥ ഏറ്റവും ആദ്യം കേട്ടവരിൽ ഒരാള് ഞാൻ തന്നെയാണ്. കാരണം ഈ സിനിമ ഒരു ഗംഭീര സിനിമയായിരിക്കും എന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു ഡൗട്ടും ഇല്ല. കാരണം ഇതിൽ അത്രയും കൊമേഴ്ഷ്യൽ ഒരു സിനിമയാണ്. കാരണം ഇതൊരു ചെറിയ സിനിമയല്ല. ഡിജോയുടെ പേര് പോലെ തന്നെ നീട്ടമുള്ള ഒരു സിനിമയാണ്, ഒരു വലുപ്പമുള്ള ഒരു സിനിമയാണ്. പിന്നെ അതുകൊണ്ടിട്ട് അത് കവറപ്പ് ചെയ്യാനായിട്ട് കുറെ പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടിട്ട് എല്ലാവരും കൂടെ ഷെയർ ചെയ്ത് കുറച്ച് ബഡ്ജറ്റ് കൂടിയാലും അത് ഷെയർ ചെയ്യാനായിട്ടുള്ള അവസരവും ആ പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ടിട്ട് അതും കുഴപ്പമില്ല. അതെ, ഷെയറിങ് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് ആ സ്ക്രിപ്റ്റും നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം സിനിമയുടെ ഒരു വലിപ്പം അത്ര ഉണ്ട്. അതുപോലെ തന്നെ സുരേഷ് ഏട്ടന്റെ ഒരു ഗംഭീര തിരിച്ചുവരവായിരിക്കും ഈ സിനിമ. സുരേഷ് ഏട്ടൻ വേറെ എങ്ങും പോയതുകൊണ്ടിട്ടല്ല, ടൂറായിട്ട് പോയതുകൊണ്ടിട്ടല്ല, സുരേഷ് ഏട്ടന്റെ അത്രയും മാസ്സായിട്ടുള്ള ഒരു സിനിമയാണ് എന്നുള്ളത് എനിക്ക് പൂർണ്ണ ഉറപ്പുണ്ട്. കാരണം ഇത് ബേസിക് ആയിട്ട് ഇവരിപ്പം വർഷങ്ങൾ പറഞ്ഞു, ആ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഞാനും കേട്ടുകൊണ്ടിട്ട് പറയുകയാണ് ഇതിന്റെ ഒരു ബിൽഡപ്പ് ആയിക്കോട്ടെ, ഇതിന്റെ ഒക്കെ ടോവിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ, അതെല്ലാം വളരെയധികം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയാണ്. പിന്നെ ഈ സിനിമയുടെ ടൈറ്റിലിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പള്ളിച്ചട്ടമ്പി ആയതുകൊണ്ടിട്ട് തന്നെ എല്ലാ പള്ളിക്കാരുടെയും എല്ലാ ടൈപ്പുള്ള പള്ളിക്കാരുടെ എല്ലാം, അതായത് ജാതിമത ഭേദമന്യാണ് എല്ലാ പള്ളിക്കാരുടെയും അനുഗ്രഹവും അതുപോലെ തന്നെ ചട്ടമ്പിക്കാരുടെ എല്ലാ ചട്ടമ്പികളുടെ അനുഗ്രഹവും പ്രത്യേകിച്ച് ഉള്ളതുകൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടതെന്നും ഞാൻ
പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്രയും ബഡ്ജറ്റുള്ള സിനിമയാകുമ്പോൾ എല്ലാം കൂടെ നോക്കി വേണമല്ലോ അതിൻ്റെ ഒരു ടൈറ്റിൽ വിടാനായിട്ട്. അപ്പം അത് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ടൊവിനോ. അപ്പം സിനിമ നടൻ എന്ന നിലയിൽ ഒരു സിനിമയോടൊപ്പം 100% അർപ്പണബോധത്തോടു കൂടി അതിൻ്റെ ഡയറക്ടർക്കൊപ്പം അതിൻ്റെ ടീമിനൊപ്പം ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു ഹീറോയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇവർക്ക് നേരത്തെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളതാണ്. ഇപ്പോൾ ഇവർക്ക് കൂടെ നേരത്തെ തന്നെ പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ഹീറോയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ സിനിമ ഒരു വലിയ വലിയ വിജയമായി മാറട്ടെ. ഇങ്ങനെ ഒരു സിനിമയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് 2024 ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ മറ്റു ഭാഷകളിനേക്കാൾ കൂടുതൽ ഹിറ്റുകൾ കൊടുത്തത് മലയാള സിനിമയിൽ നിന്നാണ്. എന്നിട്ട് പോലും മലയാള സിനിമയ്ക്ക് മറ്റു ബിസിനസ്സുകൾ ആ ഭാഷകളിൽ കിട്ടുന്ന ബിസിനസ് മലയാള സിനിമയ്ക്ക് കിട്ടുന്നില്ല. അപ്പം ആ ഒരു വർഷമാണ് 2025 കാലെടുത്ത് വെക്കുമ്പോൾ ഇത്രയും വലിയൊരു പടമായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിന്ന് പള്ളിച്ചട്ടമ്പി അങ്ങനെ ഒരു സിനിമയായി മാറട്ടെ എന്നും. പിന്നെ ഒരു ചെറിയൊരു കാര്യം കൂടെ, ഇപ്പോഴാണ് ഈ ഓവർസീസ്, ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഇപ്പോഴാണ് ഈ ഓവർസീസിനൊക്കെ ഇത്രയും മാർക്കറ്റ് വന്നത്. ഇപ്പം നേരത്തെയൊക്കെ ഞങ്ങൾ ബിസിനസ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇവര് നൗഫലും ബ്രിജീഷൊക്കെ വരുന്നതിന് മുമ്പ് ചെറിയ തുകകളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. നമുക്കൊക്കെ ഒരു 25 ലക്ഷം രൂപ 50 ലക്ഷം രൂപയൊക്കെയാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും എനിക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നൗഫലും ബ്രിജീഷൊക്കെ വന്നതിന് ശേഷമാണ് മലയാള സിനിമയിൽ ഓവർസീസ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഒരു മാർക്കറ്റ് തന്നെ ഉണ്ടായത്. കാരണം ഇവരുടെ ഒരുപാട് പൈസ അതിന് വേണ്ടിയിട്ട് കളഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ അറിയാലോ, ഇപ്പോൾ ഒരു ബിസിനസ് ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മളെല്ലാവരും, ഞാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അല്ല, എനിക്കറിയാവുന്ന ഒരു കഥ പറയുന്നു മാത്രമേ ഉള്ളൂ. കാരണം അവരുടെ ഒത്തിരി പൈസ അതിന് വേണ്ടിയിട്ട് വിട്ട് കളഞ്ഞിട്ടുണ്ട്. കാരണം സിനിമയിൽ വിട്ട പൈസ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് കഷ്ടപ്പാടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ആ മാർക്കറ്റ് ഇല്ലാതിരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഏകാധിപത്യമായിരുന്നു ഓവർസീസ് എന്ന് പറയുമ്പോൾ, അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. അപ്പൊ ഇവര് വന്നപ്പോഴായിരുന്നു അതിനൊരു കോമ്പറ്റീഷൻ വന്നത്. അപ്പോഴാണ് കോടിക്കണക്കിന് ഒരു ഇതിലേക്ക് മാറിയത്. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ തന്നെ ഇവർക്ക് അപ്പോൾ ഒരു 3-4 സിനിമകൾ ഈവൻ കൊടുത്തു. കാരണം ഇങ്ങനെ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ മാത്രമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. കാരണം പിന്നെ ഇപ്പുറത്തെ ആള് നല്ല പൈസ തരാനായിട്ട് തുടങ്ങി. അതുകൊണ്ടിട്ട് പക്ഷെ ഞാൻ പറയുകയാണ്, വേൾഡ് വൈഡ് വന്നതുകൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓവർസീസ് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഇത്ര മാർക്കറ്റ് കിട്ടിയ അങ്ങനെ ഒരു കമ്പനി ടൊവിനോട് ഈ പടം പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിയായ സന്തോഷമുണ്ട്. ഞാൻ അധികം സമയം എടുത്ത് സംസാരിക്കുന്നില്ല. കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടം അല്ലാത്തതുകൊണ്ടിട്ട് അതിനുള്ള അനുമതി കിട്ടത്തില്ല. എനിവേ താങ്ക് യു സോ മച്ച്. Thank you so much. Of course, definitely, Jessica.